ഇതാണ് എല്ലാവരുടെയും മനസ്സിലുള്ള പ്രധാന ചോദ്യം, അല്ലേ? എക്സാം മാറ്റിവെക്കാൻ ഇത്രയധികം ആവശ്യങ്ങൾ ഉയർന്നിട്ടും എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഒന്നും മിണ്ടാത്തത്? നമുക്കതിന്റെ കാരണങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, പരീക്ഷ മാറ്റിവെക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് നല്ല ഡിമാൻഡ് വരുന്നുണ്ട്. നോക്കൂ, നിങ്ങളിൽ ഒരുപാട് പേര് എക്സാം മാറ്റിവെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നറിയാം. സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ആവശ്യം നമ്മൾ കാണുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ശബ്ദമൊന്നും യൂണിവേഴ്സിറ്റിയുടെ ചെവിയിലെത്താത്തത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം. അതെ, ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ ഒരു റിസൾട്ടും കാണുന്നില്ല. എന്താ ഇതിന് പിന്നിലെ സത്യം? നമുക്ക് നോക്കാം. നമ്മൾ പ്രതീക്ഷിക്കുന്നതും യഥാർത്ഥത്തിൽ നടക്കുന്നതും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ വിചാരിക്കും ഒരു 100-200 മെയിൽ യൂണിവേഴ്സിറ്റിക്ക് അയച്ചാൽ അതൊരു വലിയ കാര്യമാകുമെന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓർഗനൈസ്ഡ് പ്രതിഷേധമല്ല. പലരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് അയക്കുന്ന മെയിലുകളും മാത്രമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അതിന് പറ്റുന്നില്ല. പിന്നെ വിദ്യാർത്ഥി സംഘടനകളുടെ കാര്യം, നിവേദനമൊക്കെ കൊടുത്താൽ ഒരു ചെറിയ പ്രഷർ ഉണ്ടാവും, അത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഒരു തീരുമാനം മാറ്റണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സമരം പോലെ വലിയൊരു മൂവ്മെന്റ് തന്നെ വേണം. നിലവിലെ സാഹചര്യത്തിൽ സംഘടനകളൊന്നും അങ്ങനൊരു വലിയ സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറല്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രഷറൊന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ യൂണിവേഴ്സിറ്റി എന്ത് തീരുമാനിക്കും? അവരുടെ നിലപാട് എന്തായിരിക്കും? ഇതാണ് പോയിന്റ്. ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിഷേധങ്ങളൊന്നും യൂണിവേഴ്സിറ്റിയുടെ ടൈം ടേബിൾ മാറ്റാൻ മാത്രം സ്ട്രോങ് അല്ല. അതുകൊണ്ട് സിമ്പിളായി പറഞ്ഞാൽ പരീക്ഷ അവർ പറഞ്ഞ ഡേറ്റിൽ തന്നെ നടത്തും. അതാണ് എല്ലാ സാധ്യതയും. അപ്പോൾ പിന്നെ എന്താണ് ശരിക്കും സംഭവിക്കാൻ ചാൻസ് ഉള്ളത്? നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാം. നമുക്ക് ആ ചോദ്യം ഒന്നുകൂടി ചോദിക്കാം. പരീക്ഷ മൊത്തത്തിൽ അങ്ങ് പോസ്റ്റ്പോൺ ചെയ്യുമോ? ഇല്ല, ഒരു ചാൻസും ഇല്ല. കാരണം പരീക്ഷ മൊത്തത്തിൽ മാറ്റിവെച്ചാൽ അവരുടെ അക്കാഡമിക് കാലണ്ടർ മുഴുവനായി താളം തെറ്റും. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി ഒരിക്കലും അങ്ങനൊരു തീരുമാനമെടുക്കില്ല, അത് ഉറപ്പാണ്. പക്ഷേ ഒരു ചെറിയ മാറ്റത്തിന് സാധ്യതയുണ്ട്. പരീക്ഷ മുഴുവനായി മാറ്റില്ല. പകരം ഉച്ചയ്ക്ക് ശേഷമുള്ള എക്സാം ചിലപ്പോൾ രാവിലെ ആക്കാനൊരു ചാൻസ് കാണുന്നുണ്ട്. സ്റ്റുഡൻസിന്റെ ബുദ്ധിമുട്ട് പരിഗണിച്ച് യൂണിവേഴ്സിറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു വിട്ടുവീഴ്ച ഒരു പക്ഷേ അതായിരിക്കും. അപ്പോൾ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്നതിൽ ഇനി കാര്യമില്ല. ഇനി നിങ്ങളുടെ പ്ലാൻ എന്തായിരിക്കണം? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിലാണ് കാര്യം. ഒന്നാമത്തെ കാര്യം, എക്സാം മാറ്റിവെക്കും എന്ന് വെറുതെ പ്രതീക്ഷിച്ച് സമയം കളയരുത്. രണ്ടാമതായി, പരീക്ഷ ഉറപ്പായും നടക്കും എന്ന് മനസ്സിലുറപ്പിച്ച് പഠിച്ചു തുടങ്ങുക. പിന്നെ ഇന്റേൺഷിപ്പൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എക്സാമിന് ലീവ് കിട്ടാനുള്ള കാര്യങ്ങൾ ഇപ്പോഴേ സംസാരിച്ച് ശരിയാക്കി വെക്കുക. ഇതാണ് മുന്നോട്ടുള്ള വഴി. ചുരുക്കി പറഞ്ഞാൽ, എക്സാമിനു വേണ്ടി നന്നായിട്ട് തയ്യാറെടുക്കുക. അതേസമയം തന്നെ നിങ്ങളുടെ പഠനവും ഇന്റേൺഷിപ്പും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്ന് പ്ലാൻ ചെയ്യുക. ഈ ബാലൻസിംഗ് ആണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അവസാനമായിട്ടൊരു കാര്യം, ഇതിനെ ഒരു പ്രശ്നമായി കാണാതെ ഇപ്പോൾ കിട്ടിയ ഈ വ്യക്തത എങ്ങനെ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാമെന്ന് ചിന്തിക്കുക. തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ തുടങ്ങുക. ഈ വെല്ലുവിളിയെ നിങ്ങളുടെ വിജയമാക്കി മാറ്റാൻ നിങ്ങൾ റെഡിയാണോ?